ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. യഹൂദന്റെ ബുദ്ധിയിൽ വിരിയാത്ത, അവന്റെ കരസ്പർശമേൽക്കാത്ത ആധുനിക യുഗത്തിലെ കണ്ടുപിടുത്തങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണും നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയും ഇതെല്ലാം യഹൂദന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഇസ്രായേൽ ഇത്രമാത്രം വളരുവാൻ, ലോകത്തിലെ ആർക്കും തോൽപ്പിക്കാനാകാത്ത ശക്തിയായി മാറുവാൻ ഒരു കാരണമുണ്ട്, ഒരേ ഒരു കാരണം. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അതേക്കുറിച്ച് ഗ്രീക്കിൽ പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ, ദൈവം തിരഞ്ഞെടുത്തവൻ, ദൈവത്തെ നയിക്കപ്പെടുന്നവൻ, ദൈവം അവരോടൊപ്പം ചേർന്ന് പടപൊരുതുന്നെന്നാണ് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് വളരെ വളരെ ഒരു പവറായിട്ടുള്ളൊരു വേർഡാണ്. ഇസ്രായേൽ ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ കൈവച്ച എല്ലാ മേഖലയിലും അവരാണ് സക്സസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുകൾ, ബുദ്ധിജീവികൾ, അതിന് ആരോഗ്യ മേഖലയിൽ, മിലിറ്ററി, ഇനി അവർ കൈവെക്കുന്ന എല്ലാ മേഖലയിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് ഇസ്രായേൽ. അതെല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടാണ് അവർ ഈ ലെവലിലേക്കൊരു ബ്ലെസ്സിങ് നേടുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലൊരു വിജയം കൈവരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുമ്പം ജോഷുവ ചാപ്റ്റർ 1 and 8, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തുണ്ടായിരിക്കണം. അതിൽ ജോഷുവ 1:8 അതിൽ എഴുതിയിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. സക്സസ്സിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇസ്രായേലിൻ്റെ വളർച്ചയെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ ഗവേഷണം നടത്തുന്നു, അവർക്ക് ഉത്തരവില്ല. അതോടൊപ്പം നിരീശ്വരവാദികൾ അവരുടെ വിജയത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, അവർക്ക് ഉത്തരവില്ല. പക്ഷെ എന്നാൽ അതിനുള്ള ഉത്തരം ജോഷുവ 1:5 വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. ആ ഉത്തരവാണ്, നിൻ്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നീ അഭിവൃദ്ധി പ്രാപിക്കും. ഇന്നിവിടെ വരാൻ കാണിച്ചു തന്ന ഒരു വലിയ സ്നേഹത്തിനും ഇതിനെല്ലാം നമ്മൾ ഇതോടൊപ്പം ഇത് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇവരൊന്നും കൂടെ കടന്നു വന്നതോടൊപ്പം നമ്മളും ബ്ലെസ്ഡ് ആവുകയാണ്. അതോടൊപ്പം നമുക്കൊരു നല്ലൊരു മെസ്സേജ് തരാനായിട്ട് അവരെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു കൊച്ചു രാജ്യം ചുറ്റോട് ചുറ്റും കിടക്കുന്ന ശത്രു രാജ്യങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നെഞ്ചും വിരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഓരോ യഹൂദനും പറയും, ഞങ്ങളുടെ വല്യപ്പച്ചനായിരുന്ന അബ്രഹാമിന് ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അത് പറയുന്നുമുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ അനുഗ്രഹം തലമുറകളായി കടന്നു വന്ന് കൊച്ചുമകൻ യാക്കോബിലെത്തിയപ്പോൾ അവനോട് ദൈവം പറഞ്ഞു, നിന്റെ പേര് ഇനി യാക്കോബ് എന്നായിരിക്കുകയില്ല, പകരം ഇസ്രായേൽ എന്നായിരിക്കും. ആ ഇസ്രായേലാണ് ഇന്ന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹവും എന്നാൽ തിന്മയുടെ ശക്തികൾക്ക് പേടി സ്വപ്നവുമായ ഇസ്രായേൽ എന്ന രാഷ്ട്രം. ഒരിക്കൽ ലോകം മുഴുവനും ചിതറിക്കപ്പെട്ട് ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായ ഇസ്രായേൽ 1948 വീണ്ടും ഒരുമിച്ച് ചേർക്കപ്പെട്ടു. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ദൈവം സ്ഥാപിച്ചു. പിന്നീട് അസൂയാവഹമായ നിലയിൽ ഇസ്രായേൽ വളർന്നപ്പോഴും തങ്ങൾ കടന്നു വന്ന വഴികൾ ഒന്നും തന്നെ അവർ മറന്നുപോയില്ല. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി ചിതറിക്കപ്പെട്ടവരെ പലരും അവഗണിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ രാജ്യം ഭാരതം അവരെ സ്വാഗതം ചെയ്തു. ഇന്നും അതിൻ്റെ ശേഷിപ്പുകൾ നമ്മുടെ കേരളത്തിൽ വരെ കാണാൻ സാധിക്കും. പ്രതിസ്നേഹം എന്ന വണ്ണം ഇസ്രായേൽ പറഞ്ഞു, ഇന്ത്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെയും കൂടി ആയിരിക്കുമെന്ന്. ഇസ്രായേലിലെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ പോലും അവർ അത് പഠിപ്പിക്കുന്നുമുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്ക് അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ എന്നും ഓരോ ഭാരതീയനും നമുക്ക് പ്രിയപ്പെട്ടവരാണ്.
ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ സമൂഹം ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യം കൂടിയുണ്ട്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഇപ്രകാരം കൂടി പറഞ്ഞിരുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കുമെന്ന്. വിശുദ്ധ ബൈബിൾ പുതിയ നിയമം ഗലാത്യാലേഖനത്തിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ നമുക്കും ലഭ്യമാകുമെന്ന്. അതായത് ഇസ്രായേലിനെ ആരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുവോ അവരെല്ലാം ഇന്നും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തം ക്രിസ്തുവിൽ അതെ എന്ന് മാത്രമാകിയാൽ നമുക്കും ഇസ്രായേലിനെ പിന്തുണയ്ക്കാം. വാസ്തവത്തിൽ ഇസ്രായേൽ സമൂഹത്തിന് പുതിയ നിയമസഭയുടെ വെളിപ്പാട് ലഭിച്ചിട്ടില്ല. കേവലം നിഴൽ മാത്രമായ പഴയ ഉടമ്പടിയിലാണ് അവർ ഇന്നും നിൽക്കുന്നത്. അത് തന്നെ ഇത്രമാത്രം തേജോമയമാണെങ്കിൽ അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വന്നാൽ എത്രയോ അധികമായി അവർ പ്രശോഭിക്കും. അങ്ങനെ ഇസ്രായേലിനൊപ്പം നമ്മളും നമ്മോടൊപ്പം അവരും ലോകത്തിൻ്റെ വെളിച്ചമായി മാറട്ടെ. ആമേൻ.